ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു വിഷുവിൻ്റെ ടൈം എടുത്ത വീഡിയോ ആണ്. വിഷു കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു. സമയം കിട്ടിയിട്ടില്ല അത് എഡിറ്റ് ചെയ്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട്. വിഷുവിന് ഓരോ നാട്ടിലും ഓരോ വിധത്തിലാണല്ലോ കണി വെക്കുക. വിഷുവിൻ്റെ തലേന്ന് രാത്രി പടക്കം പൊട്ടിക്കുന്നതിന് തന്നെ തലേന്ന് കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വിഷുവിന് പ്രധാനമാണല്ലോ കാര്യപ്പം. അപ്പോൾ അത് കാര്യപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ കാര്യപ്പം എന്ന് പറയില്ല, ചില ആൾക്കാർ ഉണ്ണിയപ്പം പറയും, നെയ്യപ്പം എന്നെല്ലാം പറയുന്നുണ്ട്. കണി വെക്കുന്ന ഒരുക്കങ്ങളെല്ലാം നമ്മൾ തുടങ്ങി ഒരു 12 മുതലേ 1:15 വരെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. തലേന്ന് രാത്രി എല്ലാം എടുത്ത് വെച്ച് സെറ്റാക്കും. അതിന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വിളക്കത്തിക്കുക അത്ര ചെയ്യുന്നത്. പിന്നെ രാവിലെ എണീച്ചപ്പോൾ തന്നെ നമുക്ക് കണി കാണാമല്ലോ. നമ്മളെ വീട്ടിൽ ഒരുക്കിയ ചെറിയൊരു കണിയാണിത്. ആദ്യം കൃഷ്ണനെ നിലത്ത് വെക്കണ്ടെന്ന് വെച്ചിട്ട് പീപ്പലിൻ്റെ മീത്ത് വെച്ചതാണ്. വിളക്ക് ആ പീഠത്തിൻ്റെ മീത്തും വെച്ചിട്ട്, പക്ഷേങ്കിൽ ഒരു സെറ്റാകാത്ത പോലെ ആയതുകൊണ്ട് പിന്നെ വിളക്കിൻ്റെ അടുക്ക കൃഷ്ണനെ വെച്ചിട്ട് വിളക്ക് താഴത്തൊരു ഇത് വെച്ച് നമ്മളെല്ലാം കണി വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സും പച്ചക്കറികളും ധാന്യങ്ങളെല്ലാം വെക്കും. പഞ്ചങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഓരോ ധാന്യങ്ങളും ഓരോ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെച്ച്. ഇത് കണ്ണൂർ നാട്ടിലെ കണി കാണലാണ്. കണ്ണൂർ നാട്ടിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ വിധത്തിലും ആയിരിക്കും ഉണ്ടാവുക. പുലർച്ചയ്ക്ക് 4:30 എണീച്ച് കണി എല്ലാം കണ്ടു. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ കണീൻ്റെ അടുക്ക ഇരുന്നിട്ടാണ് കൈനീട്ടം കൊടുക്കലോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ കണി കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നു. അരിക്കുട്ടനെ കത്തിക്കോ. നമ്മൾ വിഷുവായിരുന്ന രാവിലെ പെർളശ്ശേരി അമ്പലത്തിലും അതിനെ തൊട്ടരുത്തുള്ള നാരോത്ത് അമ്പലത്തിലും പോയിരുന്നു. അവിടെ നിന്നെല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കിയത്. ഭക്ഷണം സാധാരണ സദ്യ എന്നല്ല, ബിരിയാണി ആക്കിയത്. പെർളശ്ശേരി അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാം കോളേജ് പിള്ളേരെല്ലാം ഫോട്ടോസ് എടുക്കാനോ എല്ലാം. പിന്നെ തിരക്കുണ്ടായാലും അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം നിന്നിട്ട് ക്യൂവിൽ നിന്നിട്ട് കയറാൻ പറ്റിയിരുന്നു. നാരോത്ത് അമ്പലത്തിൽ രാവിലെ ഉച്ചവരെ പോയി കഴിഞ്ഞാൽ കഞ്ഞി, ഗോതമ്പത്തിൻ്റെയും ഇതെല്ലാം പാൽപ്പായസം ഇട്ടിട്ടുള്ള കഞ്ഞി, അതൊരു നല്ല ടേസ്റ്റാണ്. വിഷുവിൻ്റെ അന്ന് അമ്മേൻ്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ മാമി ഈ നെറ്റിപ്പട്ടെല്ലാം ഉണ്ടാക്കുന്നതാണ്. ഒരു എക്സിബിഷനിൽ കണ്ണൂർ എല്ലാം വെക്കുന്നതാണ്. അപ്പം ഉള്ള ട്രെൻഡാണല്ലോ മയിൽപ്പീലിൻ്റെ നെറ്റിപ്പട്ടം. അപ്പോൾ അതിൻ്റെ വലിയ നെറ്റിപ്പട്ടം വലുതും ചെറുതെല്ലാം ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. മറ്റ് ത്രെഡിൻ്റെ ഇതിനിപ്പം മയിൽപ്പീലിയാണല്ലോ ട്രെൻഡ്. പിന്നെ തിടമ്പ് ഉണ്ടാക്കുന്നതുണ്ട്. പിന്നെ നമ്മളെ ചുമരിനെല്ലാം തൂക്കിയിടാൻ പറ്റിയ ഒരു ഇതുള്ളതും. ഇത് സാധാരണ ഒരു നെറ്റിപ്പട്ടുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.